അല്ല, ഇന്നലെ നവംബർ 30 പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ റോഡ് ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വന്ന് നോക്കുമ്പോഴല്ലോ സംഗതി സെറ്റപ്പാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ 2-3 പേരുണ്ട് കേട്ടോ, എല്ലാവരെയും കാണിക്കണം. സംഭവന്മാർ റോഡ് ബ്ലോക്ക് ചെയ്താലും കിട്ടില്ല, സ്റ്റേജെല്ലാം കെട്ടി ഭയങ്കര പാട്ടും കൂത്തും ഗാനമേളയും അടിപൊളി പരിപാടി. അതുകൊണ്ട് 1-2 വെറൈറ്റി സാധനങ്ങളുണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാട്ടാ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഗെയിം വെക്കൂല, അതുപോലത്തെ ഒരു പ്ലേ ആൻഡ് വിൻ ഗെയിമാണ്. ഇത് സംഗതി എന്താ വെച്ചാൽ ഈ സൈഡിലൊരു ചൂണ്ടയുണ്ട്, 3 യൂറോ, അതായത് ഏകദേശം 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൂണ്ടയും കൊണ്ട് ഈ ഇരിക്കുന്ന താറാവിൻ്റെ തലയിൽ ചെറിയ കൊളുത്തുണ്ട്. അതുപോലെ നമ്മൾ 3 താറാവിനെ പിടിക്കുവാണെങ്കിൽ 30 പോയിന്റ് കിട്ടും. ആ 30 പോയിന്റ് നമുക്ക് അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാം. അതുപോലത്തെ ഇത് വേറൊരു സംഭവമാണ്. പാവം അവരവരെ ക്രിസ്മസ് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട കറങ്ങുന്ന ബലൂണിനകത്ത് കയറി നമുക്കൊരു എൻജോയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെയുള്ള സീറ്റ്സുകൾ അത് പറയണ്ടല്ലോ, മാൾട്ടി സീറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അയ്യോ, കാണുമ്പോൾ തന്നെ വായിക്കൂടെ ഒന്നും വരുമൊന്നുമില്ല, എന്നാലും ചുമ്മാ. ഇത് ഈ ക്യാൻഡി സംഭവങ്ങളാണ് കേട്ടോ, ട്രഡീഷണൽ സാധനങ്ങളെല്ലാം തൂക്കിയാണ് കൊടുക്കുന്നത്. ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ വിട്ട്. കോട്ടൻ കാൻഡി അവിടെ ഉണ്ടാക്കുന്നുമുണ്ട്. ഇത് മറ്റൊരു വിഭാഗത്തിലുള്ള നമ്മളെ ഈ കേക്ക് അല്ലെങ്കിൽ എന്താ ബിസ്ക്കറ്റ് പരുവത്തിലുള്ളത്. പിന്നെ ടോയ്സൊക്കെ സാധാരണ ഉണ്ടാവുമല്ലോ, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ടോയ്സൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ വെറൈറ്റി ടോയ്സാണ്. പോലീസുകാർ അവരുടെ പണി കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. കട പുൽക്കൂടുകൾ ഉണ്ടാക്കാനുള്ള രീതിയും ചെറിയ പുൽക്കൂട് ഉണ്ടാക്കി വിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള സെറ്റപ്പുകൾ ഇവിടെയുണ്ട്. 1-2 പുൽക്കൂടിൻ്റെ മോഡലുകൾ, കുറേ കടകളുണ്ട് കേട്ടോ ഇങ്ങനെ പുൽക്കൂടുകൾ വിൽക്കുന്നത്. പക്ഷേ തെങ്ങൊക്കെ അടിപൊളിയാണ്. വെറും 75 യൂറോ മാത്രമേ ഈ ഒരു സാധനത്തിലുള്ളൂ. തെർമോക്കോളും സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത കുഞ്ഞു ഉണ്ണീശയൊക്കെ ഉണ്ട്. ഈ 75 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 7500 രൂപ വരും. ഉണ്ട് ഇപ്പുറത്ത് വേറൊരു അമ്മച്ചി ഇതുപോലെ തന്നെ പുൽക്കൂടുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഇത് തന്നെ 65 യൂറോ, 75 യൂറോ, 50 യൂറോ ഒക്കെയാണ്. ഇതൊക്കെ ഉപയോഗം കഴിഞ്ഞാൽ മടക്കി വെക്കാവുന്ന തരത്തിലുള്ള പുൽക്കൂടുകളുണ്ട്. ഇത് ഐസ്ക്രീം പ്ലസ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഇല്ലുമിനാട്ടി ലൈറ്റുകളില്ലേ, ആ ടൈപ്പ് സാധനങ്ങളാണ്. നമ്മളിപ്പോഴും ബീറൂപ്പിക്കകത്തൊക്കെ കുറേ ഇതുപോലത്തെ ബൾബ് ഇട്ടിട്ട് ആണ് വിൽക്കുന്നത്. പക്ഷേ ഇവർ കുറച്ചൊന്നുകൂടെ മോഡേൺ ആക്കി സെറ്റപ്പ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക്. ഈ ഒരു സംഭവങ്ങളൊക്കെ ആരെയും കാണുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഈ പുൽക്കൂടും അതും ഇതൊക്കെ. ഒരു രാത്രി ദൃശ്യം കണ്ട റോഡിൻ്റെ പല ഭാഗത്ത് ഇതുപോലെ ഭംഗിയായി റോഡ് അലങ്കരിച്ച് ബ്ലോക്ക് ആക്കി വെച്ചിട്ട് ആണ് ഇവർ പാർട്ടി എൻജോയ് ചെയ്യുന്നത്. ആൾക്കാർക്ക് പിന്നെ ഇവിടെ സ്ഥിരം മദ്യപാനം ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. പലതരത്തിലുള്ള കടകളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഈ നാടൻ തട്ടുകട എന്നൊക്കെ പറയുന്ന പോലെ സമൂസയും കാര്യങ്ങളും, സോറി സമൂസയൊന്നുമില്ല, ബർഗറും ഫെറോയും പിന്നെ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകളാണ് കേട്ടോ. എവിടെ പോയാലും പട്ടിയെ കൊണ്ട് വരിക എന്നുള്ള ഇവരിതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറുകൾ ഇവരുടെ ഒരു 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 കൂടപ്പിറപ്പാണ്. അത് ചെറിയ തട്ടുകട പോലത്തെ സെറ്റപ്പിലാണ് ഇതുപോലത്തെ കുപ്പികൾ കൊടുക്കുന്നത്. പെഗ്ഗിന് 2 യൂറോ മുതൽ 5 യൂറോ വരെ ഉണ്ട്. 2 യൂറോ എന്ന് പറയുമ്പോൾ ഒരു പെഗ്ഗിന് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള പെഗ്ഗുകൾ കിട്ടും. ബിയറിനൊക്കെ ചില പൈസ കുറവാണ്. ഇതാണ് ഞങ്ങൾ വന്ന ടീമുകൾ. ഞങ്ങൾ 4 പേരാണ് വന്നത്. ഷിബേട്ടൻ, മണിയേട്ടൻ, വൈശാഖ്, പിന്നെ ഞാൻ. ഞങ്ങളാണ് ഇപ്പോൾ എ ടീം. പിന്നെ ഗാനമേള അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ സൗണ്ട് കേൾപ്പിക്കുന്നില്ല, കാരണം അടിപൊളിയായിട്ട് 4 പെമ്പിള്ളേർ നല്ല രീതിയിൽ പാടുന്നുണ്ട്. ഇവിടുത്തെ ഈ ഇത് കണ്ടില്ലേ, ക്രിസ്മസ് ട്രീ, അതും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം.